Shall I compare thee to a summer's day by വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 ആണ് ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു സോണറ്റ്. സോണറ്റ് എന്ന് വെച്ചാൽ 14 ലൈൻസുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു പോയത്തെയാണ് സോണറ്റ് എന്ന് പറയുന്നത്. സോണറ്റുകൾ പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു പ്രശ്നം അറൈസ് ചെയ്യുന്നതിനെ കുറിച്ചായിരിക്കും സോണറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. അതായത് ആദ്യത്തെ 8 ലൈൻസിൽ. ദെൻ പിന്നെ അവസാനത്തെ ഏകദേശം 2-4 വരികളിലായിരിക്കും ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ മെൻഷൻ ചെയ്യുന്നുണ്ടാവുക. ഈ സോണറ്റ് 18 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതായത് പേട്രനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ഒരു സോണറ്റാണ് സോണറ്റ് 18 ആയിട്ടുള്ള ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ ഒരു സോണറ്റ്. ദെൻ കമ്മിങ് ടു ദ സോണറ്റ്, ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ, thou art more lovely and more temperate. Rough winds do shake the darling buds of May. തൻ്റെ സ്നേഹിതനോട് ഒരു കാര്യം ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു സോണറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്നേഹിതൻ എന്നവിടെ മെൻഷൻ ചെയ്യുന്നത് പേട്രനാണ്. ആരാണ് പേട്രൻ എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. ബഹുമാനത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ് പേട്രൻ എന്ന്. നമ്മൾ മാഡം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പറയുന്ന ബഹുമാനത്തോടെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് പേട്രൻ. ഈ പേട്രൻ്റെ പേരെന്താണെന്നോ അത് ആരാണെന്നൊന്നും ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കിലും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ തൻ്റെ പേട്രനെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു സോണറ്റ് എഴുതിയിട്ടുള്ളത്. തൻ്റെ പേട്രനോട് ഒരു കാര്യം ചോദിക്കുക ചെയ്യുന്നത് സോണറ്റിലൂടെ. അതായത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു സമ്മർ ഡേയുമായിട്ട് നിങ്ങളെ താരതമ്യം ചെയ്തോട്ടെ, കമ്പയർ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതായത് എൻ്റെ സ്നേഹിതൻ, അതായത് നിങ്ങൾ പേട്രൻ, നിങ്ങൾ സമ്മർ ദിവസത്തെക്കാളും നല്ല സൗന്ദര്യമുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ വളരെ ബിലൗഡ് ആയിട്ടുള്ള ലൗലിയറും മോർ ടെമ്പറേറ്റ് ഒക്കെയാണ്, സൽസ്വഭാവിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്ന് പേട്രനോട് ഷേക്സ്പിയർ പറയുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, റഫ് വിൻഡ്സ് ടു ഷേക്ക് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മെയ്. സമ്മർ ഡേയ്സ് എപ്പോഴും നല്ലതല്ല. ചില സമയങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റ് റോസാപ്പൂക്കളെയൊക്കെ പിടിച്ച് കുലുക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് സമ്മേഴ്സ് ലീസ് ഹാത്ത് ഓൾ ടു ഷോർട്ട് ഡേറ്റ്. ചിലപ്പോൾ സൂര്യന് ഭയങ്കര ചൂടായിരിക്കും. സം ടൈം ടു ഹോട്ട് ദ ഐ ഓഫ് ഹെവൻ ഷൈൻസ് ആൻഡ് ഓഫൺ ഈസ് ഗോൾഡ് കോംപ്ലക്ഷൻ ഡിംഡ്. ചില സമയത്ത് പ്രകാശമൊക്കെ കുറവായിരിക്കും. സമ്മർ സീസൺ ആവട്ടെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. എന്നാൽ സമ്മർ സീസൺ കഴിഞ്ഞാൽ പിന്നീട് ഓട്ടം സീസൺ വരും. അതായത് ആൻഡ് ഓഫൺ ഈസ് ഗോൾഡ് കോംപ്ലക്ഷൻ ഡിംഡ്. ഓട്ടം എന്ന് പറയുന്ന സീസൺ വരും. ആ സീസൺ വരുന്ന സമയത്ത് മരങ്ങളിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു സോണറ്റ് 18 എന്ന് പറയുന്ന ഈ ഒരു ഇമേജിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് തന്നെ ഒരു ഓറഞ്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു തീം കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഓട്ടം സീസണിലാണ്, നിങ്ങൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലൊക്കെ ഫോട്ടോസിലൊക്കെ ഉണ്ടാവും, മരങ്ങളിൽ നിന്ന് ഇലകൾ വീണ് കിടക്കുന്നത്. അതായത് ഓറഞ്ചും മഞ്ഞയും കൂടെ ചേർന്നിട്ടുള്ള ഇലകൾ നിലത്ത് മുഴുവൻ ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ. അതായത് ഫോറിൻ കൺട്രീസിൽ UK-യിലും US-ലൊക്കെ ആയിട്ടുള്ള കൺട്രികളിലൊക്കെ തന്നെ, നെതർലാൻഡ്സിലൊക്കെ തന്നെ ഓട്ടം സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞ് കിടക്കും. മരങ്ങളിലെ ഇലകളൊക്കെ ഒരു ഓറഞ്ച് അതുപോലെ തന്നെ യെല്ലോയിഷ് ആയിട്ടുള്ള ഇലകളായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. അതിങ്ങനെ ഇലകളൊക്കെ വീണ് കിടക്കുന്ന ആ ഒരു, അതായത് റോഡ് പോലും കാണാത്ത രീതിയിൽ ഇലകൾ വീണ് കിടക്കുന്നുണ്ടാവും, യെല്ലോയിഷ് ആയിട്ടുള്ള ഇലകൾ. ആ ഒരു സീസണിനെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. By chance or nature's changing course untamed, but the eternal summer shall not fade, nor lose possession of that fair thou owest. മൂന്നാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ സ്നേഹിതൻ സമ്മർ ഡേയ്സിനേക്കാളും നല്ലതാണ് എന്നും പിന്നെയും മെൻഷൻ ചെയ്യുന്നത്. കാരണം ബട്ട് ദ ഇറ്റേണൽ സമ്മർ ഷാൾ നോട്ട് ഫേഡ്. എൻ്റെ പേട്രൻ ഒരിക്കലും മരണമില്ല എന്ന് പറയുകയാണ്. എൻ്റെ പേട്രൻ ഒരിക്കലും മരിക്കില്ല, അവനൊരിക്കലും മരണമുണ്ടാവില്ല എന്ന് പറയാണ്.
അവൻ്റെ സമ്മർ എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് പറയാണ്. അതായത് ആ ഒരു ബ്യൂട്ടി ഇറ്റേണൽ ആണ് എന്ന് പറയാണ്. നോ ഷാൾ ഡെത്ത് ബ്രാക്ക് ദോ വണ്ടേഴ്സ് ഇൻ ഹിസ് ഷെയ്ഡ് വെൻ ഇൻ ഇറ്റേണൽ ലൈൻസ് ടു ടൈം ദോ ഗ്രോസ്റ്റ് so long as man can breathe or eyes can see, so long lives this and this gives life to thee. എൻ്റെ പേട്രൺ എന്നും വളരെ യങ് ആയിട്ടും അതുപോലെ തന്നെ വളരെയധികം എനർജറ്റിക് ആയിട്ടും ഉള്ള ആളായിട്ട് തന്നെ എപ്പോഴും ഇരിക്കുമെന്ന് പറയാണ്. ഹിസ് ഇറ്റേണൽ സമ്മർ ഷാൾ നോട്ട് ഫേഡ് ആൻഡ് ഹി വിൽ റിമൈൻ ആസ് ലവ്ലി ആസ് യങ് ആൻഡ് ഹി വോണ്ട് ഡൈ. അവനൊരിക്കലും മരിക്കില്ല. അവൻ്റെ ബ്യൂട്ടിയും എനർജിയും ഒക്കെ യുവത്വം ഒക്കെ എന്നും ഒരേപോലെ ഫെയ്ഡ് ആവാതെ മങ്ങിപ്പോവാതെ തന്നെ നിലനിൽക്കുമെന്ന് പറയാണ്. ആൻഡ് ഇൻ ദ ഫൈനൽ കപ്ലെറ്റ് the speaker explains how the beloved beauty will remain intact and it will fade because it is perceived in the poem which will last forever. It will live as long as people can breathe or eyes can see. Thus his beloved become immortal. എൻ്റെ പേട്രൻ ഒരിക്കലും മരണമില്ല എന്നവിടെ പറയുകയാണ് നമ്മളുടെ കവി. അവസാനത്തെ കപ്ലറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ ബിലൗഡ് ആയിട്ടുള്ള പേട്രൻ മരണത്തിന് അതീതനായിട്ട് ജീവിക്കുന്നത് എന്നാണ് പിന്നെ മെൻഷൻ ചെയ്യുന്നത്. അതായത് തൻ്റെ കവിതയിൽ കൂടെ എന്നും എൻ്റെ പേട്രൻ ജീവിച്ചിരിക്കുമെന്ന് പറയാണ്. എൻ്റെ പേട്രൻ വളരെ സേഫായിട്ട് സുരക്ഷിതനായിട്ട് എൻ്റെ കവിതയിലൂടെ ജീവിക്കുമെന്ന് അദ്ദേഹം പറയാണ്. ജനങ്ങൾ ശ്വസിക്കുകയും അതുപോലെ തന്നെ കണ്ണുകൾ കാണുകയും ചെയ്യുന്നത് വരെ എൻ്റെ പേട്രൻ ജീവിക്കുമെന്ന് പറയാണ്. അവനൊരിക്കലും മരണമില്ല എന്നും പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു സോണറ്റ്. അതായത് നേച്ചറുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേട്രനെ കമ്പയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. പല കാര്യങ്ങളുമായിട്ട് സമ്മർ ഡേ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. തൻ്റെ പേട്രൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേട്രനെ. അപ്പം പേട്രൻ ഒരിക്കലും മരണമില്ല എന്ന് പറയാണ്. കാരണം നമ്മൾ പുസ്തകങ്ങളിലൂടെ ഇപ്പം മരിച്ചുപോയ പല ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ, പ്രശസ്തി ആർജിച്ച പല ആളുകളും അവരിപ്പോഴും ജീവിക്കുന്നു അവരുടെ എഴുത്തുകളിലൂടെ. ബഷീർ ഇപ്പോഴും ജീവിക്കുകയാണ്. ബഷീറിൻ്റെ എഴുത്തുകൾ ഇപ്പോഴും ആളുകൾ വായിക്കുന്നുണ്ട്. മാധവിക്കുട്ടി ഇപ്പോഴും ജീവിക്കുകയാണ്. RK നാരായണൻ ഇപ്പോഴും ജീവിക്കുകയാണ്. ഗാന്ധിജി ഇപ്പോഴും ജീവിക്കുന്നുണ്ട് നമ്മളുടെ ഉള്ളിൽ. അതുപോലെ തന്നെ കാരണം ഗാന്ധിജി ഇപ്പോഴും നമ്മളുടെ ഉള്ളിൽ ജീവിക്കാൻ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളും ഒക്കെ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുകയും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ കവിയുടെ പേട്രൻ ഒരിക്കലും മരിക്കുന്നില്ല. നമ്മളുടെ കവിയുടെ കവിതകളിലൂടെ അദ്ദേഹം എന്നും ആളുകളുടെ മനസ്സിൽ ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോണറ്റ് എൻഡ് ചെയ്യുന്നത്. ഈ കവിതയിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഒരു കവിതയിലെ സ്പീക്കർ നമ്മളുടെ ഷേക്സ്പിയർ അഡ്രസ്സ് ചെയ്യുന്നത് ദ യങ് മാൻ ആണ്. ഈ യങ് മാൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ പേട്രൻ. ഇതിൻ്റെ ഈ ഒരു കവിതയുടെ ടോൺ എന്ന് പറയുന്നത് എൻഡിയറിങ് ഡീപ്പ് ഡിവോഷൻ ഫോർ എ ലവർ, അതായത് അമിതമായിട്ടുള്ള ഒരു സ്നേഹം, ഡീപ്പ് ലവ്, അഡ്മിറേഷൻ, അതുപോലെ തന്നെ ബഹുമാനവും റെസ്പെക്റ്റും, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റൊക്കെയാണ്. ഡീപ്പ് ഡിവോഷൻ, ആരാധനയാണ്, പേട്രനോടുള്ള കവിയുടെ ആരാധനയാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു കവിതയിലെ സിംബോളിസം എന്ന് പറയുന്നത് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മെയ്, വിച്ച് മീൻസ് ദ ബ്യൂട്ടിഫുൾ മച്ച് ലവ്ഡ് ബഡ്സ് എന്ന് പറയുന്നത് ആ പൂക്കളുടെ മൊട്ടുകൾ, റോസാപ്പൂക്കളുടെ മൊട്ടുകളെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ആൻഡ് ദ ഐ ഓഫ് ഹെവൻ അവിടെ മെൻഷൻ ചെയ്യുന്നത് സൂര്യനെയാണ്. സമ്മർ സീസണുമായിട്ടാണല്ലോ നമ്മളുടെ കവി പേട്രനെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സോണറ്റിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മെറ്റഫർ. ഷാൾ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ? ഷാൾ ഐ കമ്പയർ യു ടു എ സമ്മേഴ്സ് ഡേ? മെറ്റഫർ. ദെൻ അതുപോലെ തന്നെ അടുത്ത മെറ്റഫറാണ് ദോ ആർട്ട് മോർ ലവ്ലി ആൻഡ് മോർ ടെമ്പറേറ്റ്. മെറ്റഫർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളത് പേഴ്സോണിഫിക്കേഷനാണ്. പേഴ്സോണിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് പേഴ്സോണിഫിക്കേഷൻ? ഈ കവിതയിലെ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് റഫ് വിൻഡ്സ് ഡു ഷേക്ക് ദ ഡാർലിംഗ് ബഡ്സ് ഓഫ് മെയ്, സംടൈംസ് ടു ഹോട്ട് ദ ഐ ഓഫ് ഹെവൻ ഷൈൻസ്. സ്വർഗം തിളങ്ങുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ കണ്ണ്, അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടി ഇതൊക്കെ കാണിക്കുന്നത്. ശരിക്കും കണ്ണുണ്ട് സ്വർഗത്തിന്? ഒരിക്കലും ഇല്ല. റഫ് വീൻസ്, അതൊക്കെ പേഴ്സോണിഫിക്കേഷനാണ്. ഹ്യൂമൻ ക്വാളിറ്റീസ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിലേക്ക് ഹ്യൂമൻ ക്വാളിറ്റീസ് കൊണ്ടുവരിക ചെയ്യുന്നത്. ദെൻ അനദർ പേഴ്സോണിഫിക്കേഷൻ, നോ ഷാൾ ഡെത്ത് ബ്രാക്ക് ദോ വാണ്ടേഴ്സ് ഈസ് ഹിസ് ഷെയ്ഡ്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഫിഗർ ഓഫ് സ്പീച്ച് ഈ ലൈൻസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുകയോ ചെയ്യാം. എനഫോർ എന്താണെന്നുള്ളത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല എനഫോർ എന്താണെന്നുള്ളത്. അയാംബിക് പെൻറ്റാമീറ്ററും ഇല്ല. സ്ട്രക്ചർ എന്താണെന്നുള്ളതും നിങ്ങൾ അറിയണമെന്നില്ല. ഈ ഒരു കവിതയുടെ പ്രധാന തീം എന്ന് പറയുന്നത് ലവ്, ലിറ്ററേച്ചർ ആൻഡ് റൈറ്റിംഗ്, ടൈം, മാൻ ആൻഡ് ദ നാച്ചുറൽ വേൾഡ്. പ്രണയമാണ് ഈ ഒരു കവിതയുടെ പ്രധാന തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സമയം എന്നവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള സമ്മർ സീസണൊക്കെ ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. സമ്മർ സീസണുമായിട്ട് തൻ്റെ ബിലൗഡ് ആയിട്ടുള്ള പേട്രനെയാണ് അവിടെ കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്, താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ടൈമും കൂടി അവിടെ മെൻഷൻ ചെയ്യുന്നു.